ഡേർട്ടി പൊളിറ്റിക്സ് എന്ന് നമ്മൾ പറയില്ലേ, ഡേർട്ടി പൊളിറ്റിക്സ് എന്നത് ദേശീയ തലത്തിൽ ഇത്രക്ക് വ്യക്തമാക്കി തന്ന മറ്റൊരു സംഭവം സമീപകാലത്തില്ല. അതിൻ്റെ കാരണങ്ങളെല്ലാം ഹർഷൻ പറഞ്ഞു തരുന്നുണ്ട്. അതായത് ഈ സംസ്ഥാനം നല്ല നിലക്ക് ഭരിക്കുക, അതുവരെ കണ്ടിട്ടില്ലാത്ത തരം ഭരണത്തിലേക്ക് ഈ കാര്യങ്ങളെ കൊണ്ടുപോവുക, സാധാരണക്കാരന് ഈ മഹാനഗരത്തിൻ്റെ മൂലയിലായിപ്പോയ സാധാരണ മനുഷ്യർക്ക് ഈ മൊഹല്ലകളും ആരോഗ്യ സംവിധാനങ്ങളും എല്ലാം കൊടുത്തൊരു സർക്കാർ. ഇതിനോട് അദ്ദേഹം തോൽപ്പിച്ചു വന്ന ഷീലാ ദീക്ഷിതിനെയാണ്. ഇതിനോട് കോൺഗ്രസിനുള്ള കലിപ്പിലൂടെയാണ് ഈ കാര്യം ആദ്യം വരുന്നത്. പക്ഷേ നമ്മൾ ദേശീയ തലത്തിൽ ആദ്യം കാണുന്ന ഈ കാര്യങ്ങളുണ്ടല്ലോ, അതായത് കോൺഗ്രസ് ചെയ്യുന്നു, BJP അത് വൃത്തിയായിട്ടും വലുതായിട്ടും ചെയ്യുന്നു. കോൺഗ്രസ് ചെറിയ മട്ടിലെടുക്കുന്ന ഒരു ഐഡിയ ചെറിയ മട്ടിലെടുക്കുന്ന സിനിമയെ ബാഹുബലി ടൈപ്പാക്കുന്നു BJP. അപ്പോൾ അതാണ് നമ്മളവിടെ കണ്ടത്. ഡേർട്ടി പൊളിറ്റിക്സ് ഇന്ന് സ്കൂൾ പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ NCERT ഇപ്പോൾ കോടതികളെ പറ്റിയൊക്കെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്ലാസിക്കൽ കേസാണ് ഇത് എന്ന് പറയണം. അതായത് ഇപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഈ കേസ് ഇല്ലായിരുന്നുവെങ്കിൽ അവിടെ ഇപ്പോഴും അരവിന്ദ് കെജ്രിവാൾ ഭരിക്കുന്നുണ്ടാകുമായിരുന്നു. ഇതിൻ്റെ മുകളിലാണ് അവരവരുടെ സർക്കാരിനെ പടുത്തുയർത്തിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിന് ഡേർട്ടി പൊളിറ്റിക്സ് കളിയാണ്. ഇതിനകത്ത് പ്രത്യേകിച്ച് ഒരു കാര്യം പറഞ്ഞ് ഞാനങ്ങ് നിർത്താം ഹർഷ. അതായത് കോടതി ഒരുപാട് കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചതിൻ്റെ കൂടെ കോടതി നിർണായകമായൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതായത് ഈ ക്രിമിനൽ ഗൂഢാലോചന കേസ് നിലനിൽക്കില്ല എന്ന് പറയുമ്പോൾ CBIയുടെ കുറ്റപത്രത്തിൽ ആരോപണങ്ങളിൽ ഒന്നായിട്ട് സൗത്ത് ലോബി എന്ന് പ്രയോഗിക്കുന്നു. കെ കവിതയും പിന്നൊരു എന്താണ് അവിടുത്തെ MP ഉണ്ട്, അദ്ദേഹം മകുണ്ട ശ്രീനിവാസ റെഡ്ഡു എന്നിവർ രണ്ടുപേരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇത് വെച്ച് സൗത്ത് ഗ്രൂപ്പ് എന്ന് ആവർത്തിച്ച് പ്രയോഗിക്കുന്നുണ്ട്. അപ്പോൾ കോടതി ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ പ്രാദേശികമായിട്ടുള്ള ഒരു സംഗതിയെ വെച്ചിട്ട് ഇങ്ങനെയൊരു വാക്ക് കോയിനേജ് ചെയ്യാൻ പറ്റുന്നത്? ആരാണ് നിങ്ങളോടത് പറഞ്ഞത്? നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാനമാണ് യൂണിറ്റിയും ഈക്വാലിറ്റിയും. അപ്പോൾ നിങ്ങളുടെ കേസിൽ 1-2 പ്രതികളുണ്ട്. ആ പ്രതികൾ കേരളത്തിൽ നിന്നോ തമിഴ്നാട്ടിൽ നിന്നോ തെലങ്കാനയിൽ നിന്നോ എവിടുന്നോ ആയിക്കോട്ടെ. പക്ഷേ അതിനെ എങ്ങനെയാണ് സൗത്ത് ഗ്രൂപ്പ് എന്ന് നിങ്ങൾക്ക് കോയിൻ ചെയ്യാൻ പറ്റിയത് എന്ന് കോടതി ശരിയാവണ്ണം ചോദിച്ചു. നോക്കൂ ഹർഷ, അപ്പോൾ അത് നമുക്ക് വ്യക്തമാക്കി തരുന്ന കാര്യം എന്താണ്? ഈ CBIയും ഈ EDയും, ഇതിപ്പോൾ എവിടെയാണ് CBI, എന്താണ് അവർ ചെയ്യുന്നത്? BJP സംഘപരിവാര അനുകൂലികളായിട്ടുള്ള ഈ യൂട്യൂബ് ചാനലുകളില്ലേ, അവർ പ്രയോഗിക്കുന്ന വാക്കുകളാണ് സൗത്തും നോർത്തും ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട്. ഇതാ ദേശീയത എന്ന് വെച്ചാൽ ഈ നോർത്തിലുള്ള ഈ ഹിന്ദി ബെൽറ്റിലെ BJP പാർട്ടി നയിക്കുന്ന ഇതാണ് ഇന്ത്യയുടെ ആകെ ദേശീയത. അതിനെതിരെ നിൽക്കുകയാണ് ഈ സൗത്തിലെ ഗ്രൂപ്പ്. അവരുടെ കൾച്ചറൽ വ്യത്യസ്തകളടക്കമുള്ള സംഗതികൾ അവർ വെച്ചിരിക്കുന്നത് യഥാർത്ഥ ദേശീയതയെ തള്ളിപ്പറയാനാണ്. എന്നുവെച്ചാൽ BJP ആണ് ദേശീയതയുടെ ഈ റീറ്റെയിലറായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ എന്താണ് ഹോൾസെയിലായിട്ട് നടത്തുന്ന ആളുകൾ. ബാക്കി അവരോട് എതിർക്കുന്ന ആളുകളെല്ലാം സൗത്ത് ഈ ഡിവിഷൻ ഉണ്ടാക്കുന്നത് ഇവരോട് ആഭിമുഖ്യം കാണിക്കുന്ന ഒരുപാട് യൂട്യൂബ് ചാനൽസും രാഷ്ട്രീയ നിരീക്ഷകരുമാണ്. ഈ രാഷ്ട്രീയ നിരീക്ഷകരുടെ ഭാഷയാണ് CBIക്ക്.